തെരഞ്ഞെടുപ്പ് എപ്പോഴും ശക്തമായ ഒരു പോരാട്ടം തന്നെയാണല്ലോ. പക്ഷേ ഇവിടെ UDF തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അല്ല, ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഏകാധിപത്യ ഭരണം ഇന്ത്യയിൽ സ്ഥിരപ്പെടുത്താൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടവും കൂട്ടാളികളും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പ്രാദേശികമായ വൈരുദ്ധ്യങ്ങളും വ്യത്യസ്തങ്ങളായ ആശയഗതികളുമൊക്കെ ഉണ്ടായിട്ടും പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് ഒന്നിച്ചു നിന്ന് ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ BJPയുടെ നേതൃത്വത്തിൽ തൂത്തുവാരിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 60% വോട്ട് കിട്ടിയ പാർട്ടികളാണ് ഇന്ന് മുന്നണിയായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഒരു കോൺഗ്രസ് വോട്ടും അനിൽ ആന്റണിക്ക് പോകില്ല. കാരണം ഒരു ദിവസം പോലും അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടില്ല. കെ ആന്റണി ഞങ്ങളെല്ലാം ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഥമമായി മുന്നോട്ട് പോകാൻ പോകുന്നത്. പത്മജയുടെ BJP പ്രവേശനം വലിയ ചർച്ചയാണ്. BJP അത് വലിയ തോതിൽ ഉയർത്തുന്നവർക്ക് വലിയ സ്വീകരണം കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും, കേരളത്തിൽ മൊത്തം പ്രതിഫലിക്കുന്നതാണ് ഒരു അവകാശം. അതിനെങ്ങനെയാണ് ഒന്നും പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഒരു വോട്ടിന്റെ പ്രയോജനം പോലും അതുകൊണ്ട് BJPക്ക് ഉണ്ടാവില്ല. ഇതുപോലെ നടത്തുന്ന ഈ കൂറുമാറ്റവും ഈ കുതിരക്കച്ചവടവും അത് BJPക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനുഭാവികളുടെ വോട്ട് കൂടെ നഷ്ടപ്പെടുത്തുകയുള്ളൂ. ഇങ്ങനെ ഇറക്കുന്ന സ്ഥലത്തെ സ്ഥാനാർത്ഥികൾക്ക് BJP വോട്ട് പോലും കിട്ടില്ല എന്നുള്ളതാണ് കാണാൻ പോകുന്ന യാഥാർത്ഥ്യം. അല്ല, പ്രതാപൻ മുമ്പ് തൊട്ട് തന്നെ വളരെ നേരത്തെ തന്നെ പ്രതാപന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ഏറ്റവും ശക്തമായ, കാരണം BJP കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നത് തൃശ്ശൂരാണ് എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചു. അത് പാർട്ടി എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. രാപകൽ റോഡിൽ പോലീസിന്റെ ലാത്തിയിടി കൊള്ളുകയും ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അവർക്ക് മുതിർന്നവർ നടത്തുന്ന പോലുള്ള അത്ര പക്വതയോടുകൂടി പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ആ പ്രതികരണത്തിന്റെ അന്തസത്ത അത് ഞങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു. അതിൽ യാതൊരു വിധമായിട്ടുള്ള സ്ത്രീവിരുദ്ധതയും ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അതല്ല പറഞ്ഞത്. അപ്പോൾ ചെറുപ്പക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുകയും പോലീസിന്റെ മർദ്ദനം വെക്കുകയും ചോര ചിന്തിയും ഒക്കെ ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസുകാരാണ്. അവർക്ക് ഈ കാര്യത്തിൽ വൈകാരികമായൊരു സമീപനമുണ്ട്. ആ സമീപനത്തെ ഞങ്ങളൊക്കെ ബഹുമാന്യതയോടുകൂടിയാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങളോട് ഞങ്ങൾക്ക് ഐക്യദാർഢ്യമുണ്ട്. അതുകൊണ്ട് അവരുടെ വികാരപരമായി നടത്തുന്ന ഇത് ഒരിക്കലും ഒരു സ്ത്രീ വിരുദ്ധമാണെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നതേയില്ല. പക്ഷേ പ്രധാനമായും ഈ കെ കരുണാകരന്റെ മകൾ പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത്. ആന്റണിയുടെ മകൻ പോയപ്പോൾ ഇത്തരത്തിൽ കാര്യമായ രീതിയിലുള്ള പരാമർശങ്ങളൊന്നും വന്നിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കെ കരുണാകരന്റെ മകൾ പോയപ്പോൾ മാത്രം? കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ടാണോ? ചോദിക്കാനും പറയാനും ആളില്ലേ എന്നാ ചോദിക്കും. അത് ഈ പരാമർശത്തിനുള്ള മറുപടി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. AK ആന്റണിയുടെ മകൻ പോയപ്പോൾ AK ആന്റണി മറുപടി പറഞ്ഞു. പത്മജ പോയപ്പോൾ മുരളീധരൻ മറുപടി പറഞ്ഞു. അതിന്റെ അകത്തെല്ലാം ഉണ്ട്. അതിലപ്പുറമായിട്ട് ഒരു മറുപടിയും ഒരു വാക്കും നമുക്ക് പറയാനില്ല. അല്ല, മുരളീധരൻ കോൺഗ്രസിനുണ്ടായ ഒരു സ്പ്ലിറ്റിന്റെ ഭാഗമായി മാറിയെന്നുള്ളൂ. പക്ഷേ ഏറ്റവും ആദ്യത്തെ സമയത്ത് തന്നെ മടങ്ങി വരികയും കോൺഗ്രസിന് കേരളത്തിൽ ശക്തമായ നേതൃത്വം നൽകുകയും ചെയ്തു. ഒരിക്കലും BJPയുമായി മുരളീധരൻ സന്ധി ചെയ്തിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.